തിരുപ്പിറവിയുടെ വരവറിയിച്ച് കരോൾ സംഘങ്ങൾ ഗ്രാമങ്ങളിൽ സജീവമായി. ഞായറാഴ്ച അർദ്ധരാത്രി വരെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുമായുള്ള കരോൾ സംഘങ്ങളുടെ ഭവന സന്ദർശനം തുടരും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ടുള്ള ഗാനങ്ങളും വാദ്യമേളങ്ങളുമായാണ് മിക്ക കരോൾ സംഘങ്ങളുടെയും ഭവന സന്ദർശനം. ക്രിസ്മസ് വരവറിയിച്ച് ഒരാഴ്ച മുന്നേ തന്നെ പുൽക്കൂടുകളും ഉണ്ടാക്കിയും ക്രിസ്മസ് ഒരുക്കങ്ങൾ എങ്ങും ആരംഭിച്ചിരുന്നു. ഇത്തവണ കരോൾ സംഘങ്ങളിൽ പങ്കാളികളാവുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ആഘോഷവും ഒട്ടും കുറയ്ക്കാതെയാണ് മിക്കയിടങ്ങളിലും ഇത്തവണ ക്രിസ്മസിനായി ഒരുങ്ങുന്നത്. ഓരോ കുടുംബങ്ങളിൽ കരോൾ സംഘങ്ങൾ പാടുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. മാർപ്പാപ്പ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്, ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, യേശു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ഇവയൊന്നുമല്ല, യേശു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തെയാണ് എന്ന ഒറ്റ വാക്കിലാണ് മാർപ്പാപ്പ അതിന് ഉത്തരം പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെയാണ്, ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു. അപ്പോൾ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. കാരണം ഇന്നത്തെ ലോകം ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകമാണ്. ദേവാലയങ്ങളിൽ നിന്ന് മാത്രമല്ല, സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും നാട്ടിലെ കൂട്ടായ്മകളുമൊക്കെ കരോൾ സംഘങ്ങളെ ഇറക്കുന്നുണ്ട്. സന്ധ്യയ്ക്ക് തുടങ്ങുന്ന കരോൾ പുലർച്ചെ വരെ നീളും. പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ തന്നെയാണ് എല്ലാവർക്കും പ്രിയം. കരോൾ സംഘങ്ങൾ ക്രിസ്മസ് ആശംസകൾ ചെറിയ സമ്മാനങ്ങളും നൽകിയാണ് മടങ്ങുന്നത്. ഞായറാഴ്ച പാതിരാ കുർബാനയ്ക്ക് മുമ്പായി ദേവാലയത്തിന് മുന്നിൽ കരോൾ സംഘങ്ങൾ ഒത്തുകൂടി പാട്ടുപാടി കരോളിന്റെ സമാപനം കുറിക്കും. അതേസമയം ക്രിസ്മസ് വിപണിയും എങ്ങും സജീവമാണ്. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പേപ്പർ നക്ഷത്രങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് LED തീർത്ത നക്ഷത്രങ്ങളാണ് കൂടുതലും വിപണിയിൽ ഇത്തവണയും കാണാനാകുന്നത്.